ആകാശമാകെ പെട്ടെന്ന് പണത്തിന്റെ കട്ടിയുള്ള മഴ പെയ്തു. ചുറ്റുമുള്ള ആളുകൾ നിലത്ത് വീണ നോട്ടുകൾ ശേഖരിക്കാൻ തുടങ്ങി. അപ്പോൾ 100 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ പുറത്തുകൂടി ഒരാൾ ഓടുന്നത് കണ്ടു. അയാൾ നിലത്തെത്തിയപ്പോൾ താനൊരു ദൈവത്തിന്റെ ദൂതനാണെന്ന് യാചകൻ കരുതി. പക്ഷേ അയാൾ ഒരു ബാങ്ക് കൊള്ളയടിച്ചതായിരുന്നു എന്നറിഞ്ഞില്ല. അധികം വൈകാതെ ബാങ്കിന് നേരെ പോലീസ് സൈറണുകൾ മുഴങ്ങി. അയാൾ ഒരു ബട്ടൺ അമർത്തി. ഒരു ട്രക്കിന്റെ വാതിൽ തുറന്ന് അതിനുള്ളിലേക്ക് ഓടിക്കയറി. പോലീസ് ഉടൻ തന്നെ ട്രക്ക് വളഞ്ഞു. ഇയാളെ പിടികൂടാൻ ഇതൊരു മികച്ച അവസരമായി തോന്നി. എന്നാൽ ആ നിമിഷം ട്രക്ക് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അയാൾ ആ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒരു മോട്ടോർ ഓടിച്ച് പുറത്തുവരികയും ചെയ്തു. പോലീസ് ഉടൻ തന്നെ കാറുകളിൽ കയറി അയാളെ പിന്തുടരാൻ തുടങ്ങി. പെട്ടെന്ന് മറ്റൊരു വലിയ ട്രക്ക് ഇയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു അവിശ്വസനീയമായ നീക്കത്തിലൂടെ അയാൾ ട്രക്കിനടിയിലൂടെ ഓടിച്ചുപോയി കഷ്ടിച്ച് വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. തുടർന്ന് അയാൾ വീണ്ടും മോട്ടോർ ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് പിന്നിൽ നിന്ന് പിന്തുടർന്നു. പോലീസുകാർ ഇയാളെ തടയാൻ മോട്ടോർ സൈക്കിളുകളും അയച്ചു. എന്നാൽ അയാൾ അവസരം മുതലെടുത്ത് പോലീസുകാരിൽ ഒരാളെ ബൈക്കിൽ നിന്ന് തട്ടിക്കളഞ്ഞു. അയാൾ നഗരത്തിലൂടെ അതിവേഗം പാഞ്ഞു. പോലീസിന്റെ പിന്തുടരലിനെ മറികടന്നു. പക്ഷേ പോലീസ് എളുപ്പത്തിൽ പിന്മാറാൻ പോകുന്നില്ലായിരുന്നു. അവർ അയാളുടെ വഴി തടയാൻ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചു. പക്ഷെ അയാൾ വേഗത്തിൽ ബൈക്ക് തിരിച്ച് അവ ഒഴിവാക്കി. അയാൾ അപകടകരമായ ഗതാഗതക്കുരുക്കിലൂടെ വളഞ്ഞുപുളഞ്ഞോടി. പക്ഷെ പോലീസ് ഒരു കെണിയൊരുക്കിയിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാൾ മോട്ടോർ സൈക്കിളിൽ എഴുന്നേറ്റ് നിന്നു. ഒരു ബട്ടൺ അമർത്തി ബൈക്കിന്റെ മുൻഭാഗം ചുരുങ്ങി. അയാൾ അനായാസം പോലീസ് സ്ഥാപിച്ച തടസ്സത്തിലൂടെ കടന്നുപോയി. ആ നിമിഷം അയാൾ പെട്ടെന്നൊരു ബേസ്മെന്റിലേക്ക് ഓടിക്കയറി. പോലീസ് ഉടൻ തന്നെ എല്ലാ വശത്തുനിന്നും വളഞ്ഞു. എന്നാൽ അപ്പോൾ അപ്രതീക്ഷിതമായി ഒന്ന് സംഭവിച്ചു. പോലീസുകാർക്ക് ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരിടവുമില്ലെന്ന് കരുതിയപ്പോൾ ഒരു സ്റ്റീൽ കേബിൾ 2 കെട്ടിടങ്ങളെ ബന്ധിപ്പിച്ചു. തുടർന്ന് അയാൾ ആ കേബിളിലൂടെ മോട്ടോർ സൈക്കിൾ ഓടിച്ചു. കണ്ടുനിന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും അത്ഭുതപ്പെടുത്തി. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.